ഓം ശ്രീ ഗണേശ ശാരദാ ഗുരുഭ്യോ നമ. ഓം ശ്രീ മഹാലക്ഷ്മിയൈ നമ. ഓം. എല്ലാവർക്കും നമസ്കാരം. കനകധാര സ്തോത്രത്തിൻ്റെ 18 മുതൽ ഉള്ള ശ്ലോകങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ കാണാൻ പോകുന്നത്. ഏറ്റവും സരളമായ ശ്ലോകങ്ങൾ, എന്നാൽ വലിയ രീതിയിലുള്ള ധ്യാനരൂപം, അമ്മയുടെ ഏറ്റവും സവിശേഷമായ ധ്യാനം, നമ്മുടെ മനസ്സിൽ എപ്പോഴും ധ്യാനം ചെയ്യാനുമായിട്ട് പറ്റുന്ന ആ ധ്യാനത്തെ പറ്റി പറയുന്ന ശ്ലോകങ്ങളാണ് തുടർന്നുള്ള ഒരു 18 മുതൽ 20 വരെയുള്ള ശ്ലോകങ്ങളിലും. ആ ധ്യാനത്തിനകത്ത് അമ്മയെ എങ്ങനെയാണ് കാണുന്നതെന്നും അതോടൊപ്പം ആ അമ്മയോടുള്ള പ്രാർത്ഥനകൾ എന്തൊക്കെയാണ് എന്നും ആ ശ്ലോകങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. കഴിഞ്ഞ ശ്ലോകത്തിലും അത് തന്നെയാണ് അല്ലേ. മുരാരി ഹൃദയേശ്വരിയായ ഭഗവതി എടുത്താണ് ആ കടാക്ഷം കൊണ്ട് അല്ലേ സേവകർക്ക് സകലാർത്ഥങ്ങളും സമ്പത്തും എല്ലാം കൊടുക്കുന്ന ആ മുരാരിയുടെ ഹൃദയേശ്വരിയായ ഭഗവതിയെ ഞാൻ ഭജിക്കുന്നുവെന്ന് കഴിഞ്ഞ ശ്ലോകത്തിൽ കണ്ടു അല്ലേ. തുടർന്ന് വരുമ്പോൾ 18-ാം ശ്ലോകത്തിൽ ജഗദീശ്വരി താമരയിലാണ് അല്ലേ, പത്മനിലയാണ് ഭഗവതി. അമ്മ വലിയൊരു ശരീരം അല്ലേ. നമ്മൾ എപ്പോഴും നമ്മുടെ മനസ്സിലൊരു സന്ദേഹം വരുന്നൊരു കാര്യമാണ്, ഈ ഇത്രയും വലിയൊരാൾ അല്ലെ, ഇത്രയും ആകാരമുള്ള വിശ്വം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ജഗദീശ്വരി എങ്ങനെയാണ് ഒരു താമര, ഒരു ഒടിഞ്ഞ എന്നൊന്ന് ചെറുതായിട്ടൊന്ന് സമ്മർദ്ദം കൊടുത്താൽ പോലും ഒടിഞ്ഞു പോകുന്ന ആ താമരത്തണ്ടിൽ ആ താമരയിലിരിക്കുന്നത്, ആ താമരയുടെ തണ്ട് ഒടിഞ്ഞു പോകും അല്ലേ. അപ്പോൾ താമരയിൽ എങ്ങനെയാണ് ആ അത്രയും ഭാരം അല്ലെങ്കിൽ ഇത്രയും ഒരു കാര്യം എങ്ങനെ അതിൽ വയ്ക്കുന്നു? ആ താമര എന്ന് പറയുന്നത് ഒരു ഗാംഭീര്യം, അത് നമ്മുടെ ഒരു സിംബോളിക്കായിട്ടൊരു കാര്യമാണത്. മാത്രവുമല്ല അത്രയും വെയിറ്റ് എന്ന് പറയുന്നത്, ഇപ്പം താമര സരസ്വതി ദേവിയെ പറ്റി പറയും, താമരയിലാണമ്മ നിലകൊള്ളുന്നതെന്ന് പറയും. പത്മപ്രിയേ പത്മിനി പത്മഹസ്തേ അല്ലേ. അത് മഹാലക്ഷ്മിയെ പറയുമ്പോൾ സരസ്വതി ദേവിയും താമരയിലാണെന്ന് പറയും. അപ്പം അവരെ എല്ലാം ഉൾക്കൊള്ളുന്നതെന്ന് പറഞ്ഞാൽ അവരെല്ലാം വിദ്യയുടെയും ധനത്തിൻ്റെയും സ്വരൂപമാണ്. എന്നാൽ ആ ധനം അവരൊരു സമ്മർദ്ദമേൽപ്പിക്കുന്നില്ല മറ്റുള്ളവരോടുകൂടി. അവർ ആ ധനത്തിൻ്റെ ഘനം അവർ കാണിക്കുന്നില്ല എന്നേ ഉള്ളൂ അല്ലേ. അമ്മയ്ക്ക് എല്ലാത്തിനും സാമ്രാജ്ഞിയായിട്ട്, എല്ലാത്തിനും ചക്രവർത്തിനിയായിട്ട് ജഗദീശ്വരി വിരാജിക്കുമ്പോൾ അതിൻ്റെ നമുക്ക് കണ്ടിട്ടുണ്ട് എന്തെങ്കിലും ഒരു അഹങ്കാരമോ ആ രീതിയിലല്ല. അമ്മ ഗാംഭീര്യമുള്ളിടത്ത് ഗാംഭീര്യം, അല്ലെങ്കിൽ ചെറു മന്ദസ്മിതം കൊണ്ട് തന്നെയാണ് ഈ ലോകത്തെ എല്ലാം ദയാവായ്പോടുകൂടി കാണുമ്പോൾ, എല്ലാത്തിലും ഒരു മൃദുലത കൊണ്ടുവരുമ്പോൾ ഏത് ഭാരവും നമുക്ക് സരളമായി തോന്നുന്നതാണ്. ആ മൃദുലതയെ ആണ് താങ്ങുന്നത്. ആ ഭാരം അവർക്കൊരു ഭാരമാകില്ല എന്ന് മനസ്സിലാകും. അപ്പം ആ മൃദുലത അത്രയും ഒരു ചേർത്ത് നിർത്തുന്നതും ഒക്കെ ആകുന്ന ആ ഒരു കാരുണ്യം, അതെല്ലാവരിലേക്കും എത്തുമ്പോൾ ആ കാരുണ്യത്തിൽ നിന്ന് ഉദ്ഭവിക്കുന്ന ശക്തി എന്തിനേയും താങ്ങുവാനായിട്ട് സാധിക്കും എന്ന് പറയും. അപ്പോൾ അങ്ങനെ സരസിജ നിലയായ താമരക്കണ്ണോടുകൂടിയ ജഗദീശ്വരിയുടെ പ്രാർത്ഥനയാണ് 18-ാമത്തെ ശ്ലോകം. സരസിജ നിലയേ സരോജഹസ്തേ ധവള തമാംശുഗന്ധമാല്യശോഭേ ഭഗവതി ഹരിവല്ലഭേ മനോജ്ഞേ ത്രിഭുവനഭൂതികരീ പ്രസീദമഹ്യം. എളുപ്പമാണ്. സരസിജനിലയേ സരോജഹസ്തേ ധവളതരാംശുഗ അല്ലെങ്കിൽ ധവളതമാംശുഗ ഗന്ധമാല്യശോഭേ ഭഗവതി ഹരിവല്ലഭേ മനോജ്ഞേ ത്രിഭുവനഭൂതികരി പ്രസീദമഹ്യം. എളുപ്പമാണ് ശ്ലോകം ചൊല്ലാനായിട്ട്. അർത്ഥം നോക്കൂ. സരസിജ നിലയേ, സരസിജത്തിൽ താമരയിൽ വസിക്കുന്നവളും, സരോജഹസ്തേ കയ്യിൽ താമര ധരിച്ചവളും, ധവളതമാംശുകം ശുഭ്രവസ്ത്രധാരിണിയാണ് ഭഗവതി. ശുഭ്രം എന്ന് പറഞ്ഞാൽ നല്ല വെളുപ്പ്, അതിൽ കളങ്കമൊന്നുമില്ല അല്ലേ. ഒരു കറ പിടിച്ച് നല്ല വെളുപ്പ് എപ്പോഴാണ് ശ്രദ്ധിക്കാൻ പറ്റുക? അത് വേറെ ഒറ്റ കറയോ വേറെ ഒന്നും അതിൽ പറ്റി പിടിച്ചിരിക്കില്ല എങ്കിൽ നമുക്ക് പറയാമല്ലേ, നല്ല ശുഭ്രമായ ധവള സദൃശം എന്ന് പറയാം. ഒരഴുക്കും പറ്റി പിടിച്ചിട്ടില്ല.
ഈ വെളുപ്പ്, ഈ വെണ്മ എന്ന് പറയുന്നത് ശരിക്കും ആ നിഷ്കളങ്കം, കളങ്കരാഹിത്യത്തെയാണ് പറയുന്നത്. ഒന്നും കൊണ്ട് മലീമസപ്പെടാത്ത സ്വരൂപം. ആ സ്വരൂപത്തെ തീർച്ചയായിട്ടും ഒരു താമരയ്ക്ക് താങ്ങാൻ സാധിക്കും എന്ന് പറയാം അല്ലേ. അപ്പം അതേപോലെ തന്നെ ആ അത്രയും ശുഭ്രമായ വസ്ത്രത്തോടുകൂടി അത്രയും സാത്വികമായിട്ടുള്ള ഒരു മാലിന്യവും ഒരു കറയും പുരളാത്ത രീതിയിലുള്ള അമ്പരത്തെ ധരിച്ചിരിക്കുന്ന, താമരയെ കയ്യിൽ പിടിച്ച് താമരയിൽ വസിക്കുന്ന ഈ താമര നമ്മുടെ കുണ്ടലിനി ചക്രങ്ങളായിട്ടും ആധാര ചക്രങ്ങളിലായിട്ടും പത്മമായിട്ടും പറയുന്നു. ഹൃത്സരോജ ഹൃച്ചക്രേ ഹൃത്പത്മേ തിഷ്ഠമേ നിത്യം. ഹൃദയചക്രത്തിൽ അമ്മേൻ്റെ ഹൃദയമാകുന്ന താമരയിൽ അനാഹത മഹാപത്മമന്ദിരായ നമോ നമ ലളിത അഷ്ടോത്തരത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പം അനാഹത മഹാപത്മം, ആ താമരയിൽ ശുഭ്രവസ്ത്രമായിട്ട് ഇത്രയും കളങ്കരാഹിത്യത്തോടുകൂടി ഭഗവതി, അങ്ങനെയുള്ള ഭഗവതി ശുഭ്രവസ്ത്രധാരിണിയും ധവള തമാംശുക ഗന്ധമാല്യ ശോഭേ, സുഗന്ധമാലകളാൽ നല്ല സുഗന്ധം, അത്രയും സുഗന്ധം ഇങ്ങനെ ഒഴുകും. അമ്മയുടെ ആ പ്രസൻസ് വരുമ്പോൾ ചിലർ പറയാറുണ്ട്, അമ്മയുടെ സാന്നിധ്യം അറിയുന്നവരൊക്കെ ചിലപ്പോൾ ഒരു കർപ്പൂരത്തിൻ്റെ ഒരു മണം, ചെമ്പകത്തിൻ്റെ ഒരു മണം, കൊലുസിൻ്റെ കിലുക്കം, പ്രത്യേക ഒരു ദൈവികമായൊരു സുഗന്ധം അവിടെയൊക്കെ പരക്കും എന്ന് പറയും സാന്നിധ്യം അറിയുന്നവരൊക്കെ. അപ്പോൾ ഇത്രയും വിശേഷപ്പെട്ട സുഗന്ധമാലകളാൽ ധരിച്ചവളും, ആ സുഗന്ധമാലകളാൽ ആവരണം ചെയ്യപ്പെട്ടവളും, സുഗന്ധമാലകളാൽ ശോഭിക്കുന്നവളും ഭഗവതി ഹരിവല്ലഭേ, ഭഗവാനായ ഹരിയുടെ പ്രിയപത്നിയായിട്ടുള്ളവരും അങ്ങനെയുള്ളവളും പാപഹാരിണിയുമാണ്. ഹരിർ ഹരതി പാപാനി ദുഃഖചിത്തൈരപിശ്വത, ദുഃഖചിത്തങ്ങളെ എല്ലാം ഹനിക്കുന്ന, പാപത്തെ ഹരിക്കുന്ന നാമമാണ് ഹരി. ഹരി ജ്ഞാനമെന്നും പറയുന്നു. അപ്പോൾ ആ ജ്ഞാനിയുടെ ശക്തിസ്വരൂപമായി പറയുന്നു. ഇതാണ് ഹരിർ ഹരതി പാപാനി. അപ്പം ഹരിയുടെ വല്ലഭയായിരിക്കുന്നു ഭഗവതി. പ്രിയപത്നിയായിട്ടുള്ളവതും ഏറ്റവും സൗന്ദര്യമുള്ള വലിവല്ലഭേ മനോജ്ഞേ, ഏറ്റവും സൗന്ദര്യത്തോടു കൂടിയുള്ളവളുമായ വല്ലഭേ മനോജ്ഞേ ത്രിഭുവനഭൂതികരി, 3 ഭുവനങ്ങളെയും ഭുവനങ്ങളെയൊക്കെ അതിൽ സൗന്ദര്യമായി അതിൻ്റെ വിഭൂതിയായി പ്രകാശിക്കുന്നവളെ ത്രിഭുവനഭൂതികരി പ്രസീദമഹ്യം. ത്രിഭുവനഭൂതികരി പ്രസീദമഹ്യം, ഏറ്റവും സൗന്ദര്യമുള്ളവളും ഹരിയുടെ പ്രിയപത്നിയുമായിട്ട് ഏറ്റവും സൗന്ദര്യമുള്ളവളുമായ ജഗദീശ്വരി ത്രിഭുവനഭൂതികരി പ്രസീദമഹ്യം, എന്നിൽ പ്രസാദിച്ചാലും. ഇതാണ് 18ാമത്തെ ശ്ലോകത്തിൻ്റെ വ്യാഖ്യാനം. തുടർന്നുള്ള ശ്ലോകങ്ങൾ നമുക്ക് അടുത്ത വീഡിയോസിൽ കാണാം. ശ്രീ മഹാദേവിയെ നമഃ.